വേണ്ടത്ര ചികിത്സ ലഭിക്കാതെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കൊല്ലം പന്മന സ്വദേശി വേണു മരിച്ചെന്ന കുടുംബത്തിന്റെ ആരോപണം അന്വേഷണ റിപ്പോർട്ട് ശരിവയ്ക്കുന്നു. ഗുരുതരാവസ്ഥയിലുള്ള രോഗിയെ ICUവിൽ പ്രവേശിപ്പിച്ചില്ലെന്നും മെഡിക്കൽ വാർഡിലാണ് പ്രവേശിപ്പിച്ചെന്നും ജില്ലാ മെഡിക്കൽ എഡ്യൂക്കേഷൻ ഡയറക്ടർ നിയോഗിച്ച വിദഗ്ധ സംഘത്തിന്റെ റിപ്പോർട്ട് വന്നു. എന്നാൽ ഗുരുതരമായ വീഴ്ച കണ്ടെത്തിയിട്ടും ജീവനക്കാർക്കെതിരെ റിപ്പോർട്ടിൽ ഒരു നടപടിക്കും ശുപാർശയില്ല എന്നുള്ളതും എടുത്തു പറയണം. അരുൺ രാജ് ഈ വാർത്തയുടെ അപ്ഡേറ്റുമായി കൊല്ലത്തുനിന്ന് ചേരുന്നു. പറയൂ അരുൺ രാജ്. നമ്മൾ തന്നെ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. ചവറയിൽ മരിച്ച വേണു, അത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലടക്കം ചികിത്സ കിട്ടാതെയാണ് വേണുവിന്റെ മരണമെന്നായിരുന്നു കുടുംബത്തിന്റെ ആക്ഷേപം. ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് നടത്തിയ അന്വേഷണ റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. വേണുവിന്റെ മരണത്തിൽ ഗുരുതരമായ വീഴ്ച സംഭവിച്ചിരിക്കുന്നു എന്നുള്ളതാണ് DMAയുടെ റിപ്പോർട്ടായി ചൂണ്ടിക്കാട്ടുന്നത്. മെഡിക്കൽ കോളേജിൽ വേണ്ടത്ര ചികിത്സ വേണുവിന് ലഭിച്ചിട്ടില്ല. അത് ചവറയിലെ PHC മുതൽ അത് കൊല്ലം ജില്ലാ ആശുപത്രി, തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് എന്നിവിടങ്ങളിലേക്ക് വേണുവിനെ പ്രവേശിപ്പിക്കുമ്പോൾ മതിയായ ചികിത്സയൊരുക്കാൻ ഉദ്യോഗസ്ഥർക്കോ ഡോക്ടർമാർക്കോ ഒന്നും തന്നെ കഴിഞ്ഞിട്ടില്ല. മറ്റൊന്ന്, ആശുപത്രികളിലെ രോഗനിർണയത്തിന് പൂർണ്ണമായും കഴിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട പരാമർശം. ചവറ CHCയിൽ രോഗം കണ്ടെത്താനായിട്ടില്ല. കൊല്ലം ജില്ലാ ആശുപത്രിയിലേക്ക് എത്തിയപ്പോഴാണ് എന്താണ് അസുഖമെന്ന് പോലും മനസ്സിലാക്കിയത്. ഇത് വലിയ വീഴ്ചയാണ്. വേണുവിന്റെ മരണം അത് ഒരുപക്ഷെ ഒഴിവാക്കാൻ കഴിയുന്നതായിരുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നത്. കാത്ത് ലാബ് മുഴുവൻ സമയവും പ്രവർത്തിച്ചില്ല എന്ന ഗുരുതരമായ കണ്ടെത്തൽ കൂടി ഈ റിപ്പോർട്ടിന്റെ ഭാഗമായിട്ട് ഉണ്ടാകുന്നുണ്ട്. കാർഡിയോളജി വിഭാഗത്തിൽ വേണ്ടത്ര ജീവനക്കാരുണ്ടായിരുന്നില്ല എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കണ്ടെത്തൽ. മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്തടക്കം കാലതാമസമുണ്ടായി. മെഡിക്കൽ കോളേജിൽ വാർഡിലാണ് രോഗിയെ പ്രവേശിപ്പിച്ചത്. ICUവിൽ പ്രവേശിപ്പിക്കണമെന്നാണ് നിർദ്ദേശിച്ചത്. പക്ഷേ അപ്പോഴും വാർഡിലേക്ക് മാറ്റി. ഈ വേണുവിന്റെ ഭാര്യയോട് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ഡോക്ടർമാരോ ഉദ്യോഗസ്ഥരോ ഒന്നും തന്നെ തയ്യാറായില്ല. എന്തായാലും ഈ ഉദ്യോഗസ്ഥരെ പഴിചാരുന്നുണ്ടെങ്കിലും ഒരു ഉദ്യോഗസ്ഥർക്കെതിരെയും കൃത്യമായ ഒരു പേരെടുത്തുള്ള വിമർശനമോ അത്തരം നടപടിയിലേക്കോ ശുപാർശ ചെയ്യുന്നില്ല. ഡോക്ടർമാർക്കെതിരെ ഈ റിപ്പോർട്ട് മൗനം പാലിക്കുന്നു എന്ന ഗുരുതരമായ അനാസ്ഥ കൂടി റിപ്പോർട്ടിന്റെ ഭാഗമായി തന്നെ നിലനിൽക്കുന്നുണ്ട്. എന്തായാലും വേണുവിന്റെ മരണം സിസ്റ്റത്തിന്റെ തകരാറാണ് എന്ന് അടിവരയിട്ട് ഉറപ്പിക്കുന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ. എന്തായാലും ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടി സർക്കാർ എന്ത് സ്വീകരിക്കും എന്നുള്ളതാണ് ഇത് കാത്തിരുന്ന് കാണേണ്ടത്. ഡോക്ടർമാർക്കെതിരെയും ജീവനക്കാർക്കെതിരെയും നടപടിക്ക് ശുപാർശയില്ലാതെ മുഴുവൻ കുറ്റങ്ങളും ഉണ്ടായിട്ടുണ്ടെന്ന് സ്വയം സമ്മതിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.